നമ്മളൊക്കെ ഞാൻ എന്നെ പറ്റിയാണ് പറയുന്നത്. നമ്മളോടൊരു പാട്ട് എഴുതാൻ പറഞ്ഞ് എങ്ങനെയെങ്കിലും ഈ 12 വരിയൊന്ന് എഴുതി തീർത്തെങ്കിൽ വീട്ടിൽ പോകാമായിരുന്നു എന്നുള്ളൊരു മട്ടിലാണ് 3 സ്റ്റാൻസ എഴുതി കൊടുക്കുക. എന്നാൽ ഈ വയലാറിനെ സംബന്ധിച്ചിടത്തോളം ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പാട്ട് നിർത്താനാണ് അദ്ദേഹത്തിന് ബുദ്ധിമുട്ട്. ഉദാഹരണത്തിന് സ്വർണ്ണപ്പിൻ്റെ ഇതാണ് ചക്രവർത്തിനി നിനക്കു ഞാൻ എൻ്റെ ശില്പഗോപുരം തുറന്നു, പുഷ്പപാതുകം പുറത്തു വയ്ക്കും, നീ നഗ്നപാതയെ അകത്ത് വരൂ. അപ്പോൾ എന്താണ് ഈ സംഭവം? ഇതിങ്ങനെ ഈ തൊലിച്ച് വരുമ്പോൾ എന്തിനാണ് വിളിക്കുന്നത്? ഈ പാട്ട് മുഴുവൻ വർണ്ണനയാണ്. നീ വരുന്ന വഴിയിൽ ഞങ്ങൾ എന്തൊക്കെ ചെയ്തു കളയുമെന്നാണ് ഈ പറയുന്നത്. ശില്പകന്യകൾ അവിടെ നിൽക്കും, ശാലഭഞ്ചികകൾ അവിടെ നിൽക്കും, നിനക്ക് വേണ്ടി രുദ്രവീണകൾ പാടും, നിനക്ക് വേണ്ടി ചിത്രകമ്പളം നിർത്തും, ശ്രാവണെന്തുകാല ചുറ്റിലും കനക പാരിജാതമലർ തൂകും. നിന്നെ ഒരു കാരണവശാലും തിരിച്ചു പോകാനൊന്നും ഞാൻ അനുവദിക്കില്ല. അത്രമാത്രം നിന്നെ അങ്ങ് കൈവെള്ളയിൽ എടുത്തുകൊണ്ട് പോകുന്നൊക്കെ പറയില്ല. അങ്ങനെ സൽക്കരിച്ച് വിളിക്കുകയാണ്. എന്തിനാണ്? മച്ചകങ്ങളിലെ മഞ്ജുശയിൽ ലജ്ജ കൊണ്ട് ഞാൻ മൂടും. വേറെ ലക്ഷ്യമൊന്നുമില്ല. പാട്ടിനകത്തുള്ള സംഗതി എന്ന് പറയുന്നത് മച്ചകങ്ങളിലെ മഞ്ജുശയിൽ ലജ്ജ കൊണ്ട് ഞാൻ മൂടും. അതിനുള്ള തയ്യാറെടുപ്പാണ്. വെളിയിൽ പുഷ്പവാതകം പുറത്തു വെച്ച് വന്നോളൂ, വഴുതികൾ അങ്ങനെ ശില്പകന്യകൾ നിൽക്കുന്നു, കാമ്യമോഹിനികൾ നിന്നെ ഞാൻ ഹൃദയ കാവ്യലോക സഖിയാക്കും. എല്ലാം ഒരു കാരണവശാലും ഇങ്ങോട്ട് വരാതിരിക്കാൻ നിനക്ക് സാധിക്കാത്ത തരത്തിൽ പ്രണയപ്രലോഭനങ്ങളാൽ നിന്നെ ഞാൻ വേറൊരു പാട്ടി പറയും പോലെ പ്രേമിച്ചു നിന്നെ ഞാനൊരു ദേവസ്ത്രീയാക്കും. ഒന്നും മിതമല്ല കേട്ടോ, ഒരു പ്രേമല്ല. പ്രേമിച്ച് നിന്നെ ഞാനൊരു ദേവസ്ത്രീയാക്കും. ഈ പറയുന്നൊരു ടോണുണ്ട്, ആ വയലാർ ടോണാണത്. അത് ഞാനിന്ന് പറഞ്ഞേ പോകാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ഒരുപാട് പറയുന്നില്ല. വയലാറിൻ്റെ പാട്ട് കേൾക്കുമ്പോൾ ഇതിനകത്തൊരു ടോണുണ്ട്. അത് ശ്രീകുമാരൻ തമ്പിയുടെ പാട്ടിൽ വേറെ ടോണായിരിക്കും, ഭാസ്കരൻ മാഷിന് വേറൊരു ടോണായിരിക്കും. ONV സാറി അധ്യാപകനായതുകൊണ്ട് സാറിന് പലതും പറയണമെന്നുണ്ടെങ്കിൽ ടോൺ വളരെ കുറച്ച് കളയും. സാറ് വളരെ മാന്യമായിട്ടേ പറയുള്ളൂ. സാറിന് പറയാൻ അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ല, അത് നമുക്കറിയാം ചിലയിടത്ത്. പക്ഷേ സാറ് ടീച്ചറല്ലേ, അതോ അധ്യാപകനായതുകൊണ്ട് സാറ് വളരെ വയലാറിന് അങ്ങനെയൊന്നുമില്ല. പ്രേമിച്ച് നിന്നെ ഞാനൊരു ദേവസ്ത്രീയാക്കും, കാടായ കാടുകൾ മുഴുവൻ ഞാനൊരു കതിർമണ്ഡപമാക്കും. ഇതിൻ്റെ ഒരു ധാരാളിത്തം ഉണ്ടല്ലോ. ഞാൻ അതിൻ്റെ ഒരു ധാരാളിത്തത്തിൻ്റെ പൂമ്പരാഗത്തിൽ കുളിച്ചു നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനസ്സാണ് എൻ്റേത്. അതാണ് വയലാറിൻ്റെ ഗുരു എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം.